സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവ അങ്ങനെ രാധികയോട് പറയണേണ്, തൻ്റെ വീട്ടിലേക്ക് മാന്യമായി ഞാനൊരു ആലോചനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ താനൊരു എസ് പറയണം, എനിക്ക് അത്രമാത്രം മതി. അന്നേരം രാധിക പറയണേ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല, ദയവേത് ഞാൻ പറയുന്നു കേൾക്ക്, എന്നിങ്ങനെ വന്ന് ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ സമയം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയും ജീവനെയും മുത്തശ്ശി കാണുവാണ്. ജീവയെ മുത്തശ്ശി വരുന്നത് കാണുന്നുണ്ട്. അന്നേരം ജീവ പറയണേ, ശരി ഞാനിപ്പോൾ തൽക്കാലം പോകുക, പക്ഷേ ഞാൻ ഇനിയും വരും, താൻ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ജീവ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാധിക പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും കേട്ടോ അവിടെ നിൽക്കുന്ന മുത്തശ്ശിയെ കാണുന്നതും രാധിക ആകെ പേടിച്ച് വരച്ച് നിൽക്കുക. ആരായിരുന്നടി അവൻ, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് അകത്തേക്ക് വലിച്ചയച്ചുകൊണ്ട് പോകുക. ഈ സമയം യശോദയം അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, ദേ നിന്റെ പുന്നാര മോളെ കാണാൻ ഇന്നും ആരോഗ്യം വന്നിരുന്നു, അന്നൊരുത്തം വന്ന് ഇവളിവിടെ വരാക്കി എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ, ഇപ്പം മറ്റൊരുത്തം വന്നിരിക്കുന്നു. ഇതുപോലെ ഇനി ആരൊക്കെ വരാനിരിക്കുന്നത്, ഇവളുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ. കുടുംബത്തിന് നാണം കെടുത്താനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടാൻ വേണ്ടി ഉറപ്പിച്ച് നടക്കുവാണല്ലോ ഇവള്. മുത്തശ്ശി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രാധിക അമ്മയുടെ അടുത്ത് കരയുവാണ് കേട്ടോ. എന്നാൽ യശോദ അത് കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, യശോദക്ക് പോലും നിന്റെ തനി സ്വഭാവം മനസ്സിലായിടി, അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം, നിന്നെ പ്രസവിച്ച സ്ത്രീയെ പറഞ്ഞാൽ മതിയല്ലോ, അവളുടെ സ്വഭാവമല്ലേ നീയും കാണിക്കുന്നത്. ഇതുപോലെ കണ്ണീ കണ്ടവന്മാരും ഒക്കെ ആയിട്ട് നിന്റെ അമ്മക്കും ബന്ധം ഉണ്ടാകും, അങ്ങനെ ഉണ്ടായതായിരിക്കും നീ, അതുകൊണ്ടല്ലേ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോയി കളഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ രാധികയൊക്കെ വല്ലാതെ ദേഷ്യം തോന്നുവാണ് കേട്ടോ. ദേ ഇനി നിന്റെ ഈ ഏർപ്പാടുകളും വെച്ച് ഈ കുടുംബത്തിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇറങ്ങി പൊക്കോണം എങ്ങോട്ടെങ്കിലും. അന്നേരം രാധിക കരഞ്ഞുകൊണ്ട് യശോദയുടെ അരികിലെത്തുക. അമ്മേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ. ഈ സമയം യശോദ പറയണേ, അമ്മക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കണ്ട കാര്യമല്ലേ അമ്മ പറയുള്ളൂ, ഇക്കാര്യത്തിൽ നിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന് നീ കരുതണ്ട. യശോദയുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ രാധിക ആകെ തളർന്നു പോകുവാണ് കേട്ടോ. രാധിക സങ്കടം കൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറുവാണ്. ഈ സമയം മുത്തശ്ശിക്ക് യശോദയുടെ വാക്ക് കേൾക്കുമ്പോൾ സന്തോഷമാകുവാണ്. മുത്തശ്ശി യശോദയോട് പറയണേ, നീ ഒന്ന് അകത്തേക്ക് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് പൂജാമുറിയിലേക്ക് യശോദനെയും കൂട്ടിക്കൊണ്ട് പോകുവാണ്. എന്നിട്ട് സുകുമാരിയമ്മ പറയണേ, ദേ യശോദേ, ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് നീ എന്നോട് സത്യം പറയണം, എന്ത് കാര്യങ്ങളാണ് നീ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. അവളെക്കുറിച്ചുള്ള എന്തൊരു കാര്യം നിന്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്, അതെന്താണെന്ന് നീ തുറന്നു പറയണം. ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഇനി നീ മകളെ രക്ഷിക്കാനായിട്ട് കള്ളം പറയാമെന്ന് വിചാരിക്കേണ്ട, സത്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞീ. അന്നേരം വേറെ വഴിയില്ലാതെ യശോദ കാര്യങ്ങളെല്ലാം തുറന്നു പറയുക. അമ്മേ, വരുണിൻ്റെയും രാധികയുടെയും പ്രിയങ്കയുടെ ഇടയിലുള്ള കാര്യം നമുക്ക് രണ്ടാൾക്ക് മാത്രമല്ലോ അറിയാവുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചില ഭയങ്ങളൊക്കെ തോന്നുന്നു, ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടമ്മേ, അത് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചിളക്കുന്നതായിരുന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്ത് കാഴ്ചകളാണ് നീ കണ്ടത്, തുറന്നു പറ. അങ്ങനെ യശോദ കാര്യങ്ങളെല്ലാം പറയുവാണ്. അമ്പലത്തിൽ വെച്ച് വരുണിനെയും രാധികനെയും ഒരുമിച്ച് കണ്ടതും വരുണിൻ്റെ മനസ്സിൽ ഇപ്പോഴും രാധികയാണെന്നും പ്രിയങ്കയോട് വരുണിന് വല്ലാത്ത ദേഷ്യമാണെന്നൊക്കെ യശോദ പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ട് മുത്തശ്ശിയും ആകെ ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് യശോദ പറയണേ, പ്രിയങ്കയോട് വരുണിൻ്റെ മനസ്സിൽ ഒരു തരി സ്നേഹം പോലും ഇല്ല, വരുണിൻ്റെ ഉള്ളിൽ ഇപ്പോഴും രാധിക മാത്രമേ ഉള്ളൂ. അന്ന് നടന്ന വിവാഹത്തെ പറ്റി വരുണിൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മേ, ഈ സംഭവങ്ങളൊന്നും എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇതിൻ്റെയൊക്കെ പ്രഷറിലാണ് ഇടയ്ക്കിടയ്ക്ക് തളർന്നു വീഴുന്നത്. അന്നേരം സുകുമാരിയമ്മ പറയണേ, എന്താണെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ, നമ്മുടെ പ്രിയങ്കമ്മയുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. ഇന്ന് രാത്രിയോടെ തന്നെ ഇതിന് ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ദേവൻ വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ കാര്യത്തിൽ ഞാനെടുത്ത തീരുമാനം നടപ്പിലാക്കിയിരിക്കും. നീ തൽക്കാലം ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഭഗവാന്റെ മുമ്പിൽ തന്നെ ഇരുന്നോ, എന്തുണ്ടെങ്കിലും പുറത്തേക്ക് വരണ്ട നീ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി നേരെ രാധികയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം യശോദയാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. റൂമിലെത്തിയ മുത്തശ്ശി രാധികയോട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പറയുക. നിന്റെ ഡ്രസ്സും എന്താണെന്ന് വെച്ചാൽ വേഗം കൊടുത്ത് ബാഗിലേക്കാക്ക്. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ അമ്മ വരുമെന്ന് നീ കരുതണ്ട, അവൾക്കും മതിയായിരിക്കുമോ നിന്നെ കൊണ്ട്. മര്യാദക്ക് ഡ്രസ്സും ബാഗും ഒക്കെ എടുത്ത് ഇറങ്ങാനല്ലേ പറഞ്ഞത്. അന്നേരം രാധിക പറയണേ, ഇല്ല ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും പോവില്ല. ദേ മര്യാദക്ക് ഇറങ്ങിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ വലിച്ചേച്ച് പുറത്തേക്കിടും, നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേടി എന്നും പറഞ്ഞ് രാധികയുടെ മുടി കുത്തിപ്പിടിച്ച് മുത്തശ്ശി രാധികയെ ബലമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുവാണ്. എന്നിട്ട് മുറ്റത്തേക്ക് തള്ളിയിടുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് ദേവൻ അങ്ങോട്ടേക്ക് എത്തുമായിരിക്കും. അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചേർത്ത് നിർത്തുവാണ് കേട്ടോ ദേവൻ. ഈ സമയം യശോദയും പുറത്തേക്ക് എത്തുന്നുണ്ടാവും. ദേവൻ ചോദിക്കണേ, അമ്മേ എന്താ ഇത്, എന്തിനാ എൻ്റെ മോളെ പിടിച്ച് തള്ളിയിരിക്കുന്നത്, അതിന് മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്. ഈ സമയം യശോദ പറയണേ, ഇവള് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകും, ഇന്ന് രാത്രി ഇവളെ കാണാനായിട്ട് ഏതോരുത്തം വന്നിരിക്കുന്നു, ഇതുപോലെ ഓരോരുത്തന്മാർ ദിവസം ഇങ്ങനെ കയറി വരും, അവസാനം നാട്ടുകാർ പിടിച്ച് നാണം കെടുത്തുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ.
അന്നേരം ദേവൻ പറയണേ, ദേവമ്മേ കഴിഞ്ഞൊരു ദിവസവും അമ്മ ഇതുപോലെയല്ലേ പറഞ്ഞത് ഏതോ ഒരു പയ്യനാണ് രാധിക ഇവിടെ രാത്രിയിൽ വീട്ടിലേക്കാക്കിയതെന്ന്. എന്നിട്ട് എന്തായി? അന്ന് യശോദ തന്നെ ആയിരുന്നില്ലേ രാധിക മോളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അമ്മയ്ക്ക് എൻ്റെ മോളെ തീരെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് എൻ്റെ മോള് ചെയ്യാത്ത ഓരോ കുറ്റങ്ങൾ അവളുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത് കാണാൻ അത് കണ്ട് മിണ്ടാതെ നോക്കി നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല അമ്മേ. മോളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ ആർക്കും അധികാരമില്ല. നീയും എൻ്റെ സ്വന്തം മോള് തന്നെയാ. നീ അകത്തേക്ക് കയറിച്ചല്ലേ. അന്നേരം രാധിക ഒന്ന് മടിച്ചു നിൽക്കുക. ഈ സമയം ദേവൻ വീണ്ടും പറയണേ, നിന്നോട് അച്ഛനാ പറയുന്നത് അകത്തേക്ക് കയറി ചെല്ലാൻ. അങ്ങനെ രാധിക അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ പറയണേ, യശോദേ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവളും എൻ്റെ പ്രിയങ്കമ്മയുടെ അതേ സ്ഥാനത്ത് തന്നെ രാധികയും ഞാൻ കാണുന്നത്. അമ്മക്ക് ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കും. പക്ഷേ ഇനി എൻ്റെ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ രാധിക മോളുടെ വിവാഹം നടത്തണം. അവൾ ഇനിയും ഈ വീട്ടിൽ നിന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതേക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാണേ. മുത്തശ്ശി വരണേ, ആ ശരിയാ, അത് തന്നെയാണ് നല്ലത്. വല്ല അണ്ടനെയോ അടകോഴനെയോ ആരാണെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ട് അവളെ എത്രയും പെട്ടെന്ന് അവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു കേൾക്ക്. അതേക്കുന്നതും ദേവൻ പറയണേ, എൻ്റെ മോൾക്ക് വേണ്ടി ഏറ്റവും നല്ല ബന്ധം കണ്ടെത്താനേ അച്ഛനെന്ന നിലയിൽ എനിക്കറിയാം. അവൾക്ക് അനുയോജിച്ച് നല്ലൊരാളെ തന്നെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അതിൻ്റെ കാര്യമൊന്നോർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും ആ പാവത്തിനൊന്ന് വേദനിപ്പിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ദേവനകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സുകുമാരിയമ്മ യശോദയോട് പറയണേ, എന്താണെങ്കിലും അത് തന്നെയാണ് നല്ലൊരു വഴി. അവളുടെ വിവാഹം കഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലമ്മേ, എന്നാലും പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഈ സമയം മുത്തശ്ശി പറയണേ, നീ ഒന്നും മിണ്ടാതിരിക്കുക. നിൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നമുക്ക് നോക്കണ്ടേ. അവൾ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പ്രിയങ്കമ്മോളുടെ ജീവിതത്തിന് ആപത്ത്. എത്രയും പെട്ടെന്ന് തന്നെ ആ നാശം പിടിച്ചവൾക്ക് വേണ്ടി ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ നീറ്റും. ഉടനെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വെക്കണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശി രാധികയുടെ റൂമിലേക്ക് ചെല്ലുക. അതെ, നീ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ. എന്തിനാ മുത്തശ്ശി? നിന്റെ ജീവനോടെ കുഴിച്ചു മൂടാനായിട്ട്. എന്താ പറഞ്ഞാലും നീ ചെയ്യുള്ളൂ. കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. നിന്നോട് പറഞ്ഞു ചെയ്താൽ മതി. വേഗം പോയിട്ട് റെഡിയായിട്ട് വാ. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധിക സംശയത്തോടെ പതിയെ പതിയെ നടക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി വരണേ, ഓ എന്തോ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയിട്ട് റെഡിയാവാനല്ലേ പറഞ്ഞത്? അങ്ങനെ രാധിക വേഗം തന്നെ പോകുവാണ്. ഈ സമയം മുത്തശ്ശി ദേവനും കൂടി പുറത്ത് രാധികയെ പെണ്ണു കാണാനായിട്ട് വരുന്നവരെ കാത്തു നിൽക്കുക. അന്നേരം ദേവൻ പറയണേ, അല്ല ഇത്രയും പെട്ടെന്ന് തന്നെ ഒരാളെ അമ്മ എങ്ങനെ സംഘടിപ്പിച്ചു? ഈ സമയം മുത്തശ്ശി പറയണേ, നീ ഇന്നലെ വിവാഹകാര്യം പറഞ്ഞല്ലോ. അപ്പം തന്നെ ഞാൻ നമ്മുടെ മേലെ എടുത്ത സുചിത്രനെ വിളിച്ചായിരുന്നു. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾ തന്നെയാണ് ഈ ചെക്കനെ കുറിച്ച് പറഞ്ഞത്. നല്ല ബന്ധമാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയും നല്ല ജോലിയും ഒക്കെയുണ്ട്. പിന്നെ അവൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവൾ നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും അവരെ പറഞ്ഞറിയിച്ചിട്ടുമുണ്ട്. നീയായിട്ട് നീ ആവശ്യമില്ലാത്ത മുടക്കൊന്നും പറയാതിരുന്നാൽ മതി. അന്നേരം ദേവൻ പറയണേ, ആരാണെങ്കിലും എൻ്റെ മോളുടെ ഇഷ്ടവും കൂടി നോക്കണം. അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ചെക്കൻ്റെ കാർ അവിടെ എത്തുവാണ്. അങ്ങനെ മുത്തശ്ശി ദേവനും കൂടി അവരെല്ലാം സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുവാണ്. ചെക്കന് വിദേശത്താണ്ടോ ജോലി. അങ്ങനെ ജോലിനെക്കുറിച്ചും വീട്ടുകാരെയൊക്കെ കുറിച്ച് അവർ സംസാരിച്ചു ഇരിക്കുമായിരിക്കും. ഈ സമയത്താണ് രാധികയെ വിളിക്കാമെന്ന് പറഞ്ഞ മുത്തശ്ശി യശോദയോട് രാധികയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നത്. അങ്ങനെ ഈ സമയം യശോദ രാധികയും കൂട്ടി അവരുടെ മുമ്പിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം ചായ ഗ്ലാസും പിടിച്ച് രാധിക എത്തുന്ന ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.